കാളകെട്ടി സബ് സെന്റർ നിർമ്മാണം അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമിതി. ശബരിമല തീർത്ഥാടനത്തിന്റെ പ്രധാന കേന്ദ്രമായ കാളകെട്ടി അഴുതയിൽ പഞ്ചായത്തിന്റെ കൈവശമുള്ള സ്ഥലത്തെ പഴയ സബ് സെന്റർ പൊളിച്ച് പുതിയത് നിർമ്മിക്കാൻ അടിയന്തര നടപടി സ്വീകരിക്കണമെന്ന് ജനകീയ സമിതി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സബ് സെന്ററിന്റെ നിർമ്മാണം അടിയന്തരമായി ആരംഭിച്ചില്ലെങ്കിൽ ശക്തമായ ജനകീയ പ്രതിഷേധം സംഘടിപ്പിക്കുമെന്നും ഭാരവാഹികൾ വ്യക്തമാക്കി. വർഷങ്ങൾക്കു മുമ്പ് സ്ഥലം പഞ്ചായത്തിന് വിട്ടു നൽകിയവർ പുതിയ സബ് സെന്റർ ക്ഷേത്രത്തിന്റെ മറ്റൊരു വശത്തേക്ക് മാറ്റി സ്ഥാപിക്കണമെന്ന് ആവശ്യം ഉയർന്നതോടെയാണ് സ്ഥലത്ത് തർക്കം ഉടലെടുത്തത്. പഴയ കെട്ടിടത്തിന്റെ ശോചനീയാവസ്ഥ കാരണം കഴിഞ്ഞ 12 വർഷമായി 1 കിലോമീറ്റർ അകലെയുള്ള താൽക്കാലിക സ്ഥലത്താണ് സബ് സെന്റർ പ്രവർത്തിക്കുന്നത്. മണ്ഡല മകരവിളക്ക് കാലത്ത് ആയിരക്കണക്കിന് ശബരിമല തീർത്ഥാടകർക്കും നൂറുകണക്കിന് തദ്ദേശീയർക്കും ഒരുപോലെ ആശ്രയമാകേണ്ട സ്ഥാപനമാണ് അധികൃതരുടെ അനാസ്ഥ മൂലം ദുരിതത്തിലായിരിക്കുന്നത്. ആരോഗ്യം സേവനം കൊടുക്കണം. അവർക്കൊരു തലകറക്കം വന്നു, അല്ലെങ്കിൽ ഒരു കാലിന് വേദന വന്നു, അല്ലെങ്കിൽ ഒരു പെട്ടെന്ന് കുട്ടികൾ നടന്നതിന് പനിയുണ്ടാവും. അപ്പോൾ പെട്ടെന്ന് അവിടെ ഒരു ഡോക്ടർ സേവനം ഉണ്ടെങ്കിൽ മാത്രമേ മരുന്ന് കിട്ടത്തുള്ളൂ. പിന്നെ അവരെന്താ പറയും, മോള് കയറി രാത്രി അറിഞ്ഞിരിക്കുന്നത് അതായത് നമുക്കറിയാം കൊയ്ക്കാവിൽ 8 കിലോമീറ്റർ നടന്ന് ക്ഷീണിച്ച് വന്ന് കഞ്ഞി കുടിക്കുമ്പോഴൊക്കെ വൊമിറ്റ് ചെയ്ത് അന്ന് ഇത്ര വരുന്നു വൈറ്റമിൻ എടുക്കുന്നു. പിന്നെ എന്നാ ചെയ്യുന്നത്, ആ കിടന്നുറങ്ങുന്ന സമയത്ത് ആ കുഞ്ഞിനെ കൊണ്ട് അച്ഛൻ റോഡിൽ കയറി നിൽക്കുക. അവിടെ ആർക്കൊന്നും രാവിലെ മൈൻഡ് പോലും ഡോക്ടർ അവിടെ ഇവിടെ കിട്ടത്തില്ല. ലാസ്റ്റ് ഓട്ടോയും വിളിച്ച് ചിലപ്പോൾ വരണം, ചെറുപടി വരണം, അല്ലെങ്കിൽ വേറെ വരണം, അസീസി വരണം എന്ന് പറഞ്ഞു നോക്കി. എരുമേലി മീഡിയ സെന്ററിൽ നടന്ന പത്രസമ്മേളനത്തിൽ ജനകീയ സമിതി ചെയർമാൻ റെജിമോൻ, കൺവീനർ സതീഷ് കുമാർ, സിജുമോൻ, വിഷ്ണുജി നായർ, മനു എന്നിവർ പങ്കെടുത്തു.